ഇന്ന് ഈ വേദിയിലായിരിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും വലിയ നിശ്ചയമില്ല. അച്ഛന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു വേദിയാണിത്. കഴിഞ്ഞ 14-ാം തീയതി കുരിശിന്റെ പുഴച്ചയുടെ തിരുനാളായിരുന്നു. അന്ന് രാവിലെ കുർബാനയ്ക്ക് നമ്മുടെ പള്ളിയിലെ കുരിശ് വെഞ്ചരിച്ചു. അതോടൊപ്പം ദേവസഹായ പിള്ളയുടെ ആ രൂപവും നമ്മൾ വെഞ്ചരിച്ചു. തുടർന്ന് നടന്ന സംഭവങ്ങൾ, വൈകിട്ട് നടന്ന സംഭവങ്ങളെ കുറിച്ച് ഞാൻ അധികം വിവരിക്കുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല. ഒരിക്കലും ഒരു കൊച്ചച്ഛൻ എന്ന രീതിയിൽ കാണാൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനയുണ്ട്, സങ്കടമുണ്ട്. എന്നിരുന്നാലും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും കൂടെയുണ്ട് എന്നുള്ളതാണ്. അച്ഛനും ഞാനുമായത് ഏകദേശം 6 മാസത്തോളമായി ഈ പള്ളിയിൽ. എനിക്ക് മാറ്റമാണ്. അച്ഛൻ്റെ ഒരുപാട് നന്മകൾ മാത്രമേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. സാധാരണയായിട്ട് ഒരു കൊച്ചച്ഛന് ലഭിക്കാവുന്ന എല്ലാ ആദരവും, എല്ലാ ബഹുമാനവും ഒക്കെ അച്ഛൻ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇടവക അംഗങ്ങളെയും അച്ഛൻ വളരെ സ്നേഹത്തോടു കൂടെയാണ് കാണുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഇത്തരമുള്ളൊരു പ്രശ്നമുണ്ടായപ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അത് വിഷമമായി, എനിക്കും അത് വിഷമമായി എന്നുള്ളതാണ്. എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും അമ്മ പറയുന്നൊരു കാര്യമാണ്, ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് അത് ദൈവം തെരഞ്ഞെടുത്തവനാണ്. കുറവുകളും ബലഹീനതകളൊക്കെ ഉണ്ടായാലും അവന് ദൈവമാണ് തുണ, ദൈവം അമ്മനെ വഴി നടത്തുമെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തില്, പൗരോഹിത്യ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടേതായുള്ള പലതും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബം എന്ന് പറയുന്നത്. നിങ്ങളാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധുക്കൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓരോ പരിപാടികളിലും ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ഒരു മരണത്തിന്റെ വേളയിൽ വരെയും ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം, ഓരോ പുരോഹിതന്റെയും സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാമോദീസ ആയിക്കോട്ടെ, കുംഭസാരമായിക്കോട്ടെ, രോഗിലേപനമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, അവിടെയൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓടിയെത്തുവാനും ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യുവാനും ഒക്കെ ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ വേദനയുണ്ട്, സങ്കടമുണ്ട്. അത് ആദ്യമേ പറയുകയാണ്. രണ്ട് കാര്യം മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തിയും ബലവും എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ ഊർജവും ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠതയോടെയും വിശുദ്ധിയോടും കൂടെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ്, സഹകരണമാണ്. പലപ്പോഴും അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ അൾത്താരയിൽ നിന്ന് ബലിയർപ്പിക്കണമെങ്കിൽ, ഈ അൾത്താരയിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അത് ഞങ്ങളുടെ ആരുടെയും കുറവല്ല, ഞങ്ങളുടെ ആരുടെയും യോഗ്യതയല്ല, മറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ സഹകരണവും പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ആരും നിങ്ങളിൽ നിന്ന് വേർപെട്ടവരല്ല. എന്തെങ്കിലുമൊക്കെ ചെറിയതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഓരോ പുരോഹിതനും ഒരു ഇടവകയുടെ മാത്രമല്ല, ഓരോ കുടുംബത്തിന്റെയും ഭാഗമാണ്. ഒരു ഇടവക എന്ന് പറയുമ്പോൾ ആ ഇടവകയുടെ ആത്മീയ പിതാവാണ് വികാരിയച്ഛൻ. ആ വികാരിയച്ഛനെ സ്നേഹിക്കുക, ആദരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു വേദിയിൽ ഒരുപാട് മനുഷ്യര്, അച്ഛന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഒരുപാട് മനുഷ്യര് നമ്മുടെ പള്ളിയിൽ വന്നു പോയി.
അവരെയൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അച്ഛൻ എന്താ പറ്റിയെന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അച്ഛന്റെ നന്മയെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെയൊക്കെ ഈ നിമിഷം ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സായാഹ്നത്തില് അച്ഛനോടുള്ള സ്നേഹത്തെ പ്രതി, പൗരോഹിത്യത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒരു കൊച്ചച്ഛൻ എന്ന രീതിയിൽ, ഈ ഇടവകയുടെ മറ്റൊരു ഇടവകയുടെ കൊച്ചച്ഛൻ എന്ന രീതിയിൽ ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, കടപ്പാടോടുകൂടെ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ. പിന്നെ വിഷമം തോന്നുന്ന ഒരു കാര്യം, ഇവിടെ നടന്ന സംഭവത്തെക്കാൾ കൂടുതലായിട്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയസിലൊക്കെ കാണാനായിട്ട് സാധിക്കുക. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെയൊന്നും നമ്മൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നടന്ന സംഭവം എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് വീണ്ടും തെറ്റിദ്ധാരണകളും മറ്റുള്ളവർക്ക് വേദനകളും പകർത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ്. അപ്പോ നിങ്ങളുടെ നമ്മളിപ്പോ ഇവിടെ ഈ വൈകിയ വേളയിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നതിനെ കുറിച്ച് സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ നിഖിലച്ചനും ഒക്കെ പരാമർശിക്കുകയുണ്ടായി. നമുക്കറിയാം, തിരുവോണത്തിന്റെ തലേന്നാൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷം നമ്മുടെ ആധ്യാത്മിക പിതാവ് വികാരി അച്ഛന് നേരെയുണ്ടായ ആക്രമണ സംഭവത്തെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് വൈകിട്ട് നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു 13 പേരും മറ്റൊരു ടൗൺ പള്ളി വഴിയിൽ നിന്നും 2 പേരും അടങ്ങുന്ന 15 അംഗ സംഘം വികാരിയച്ഛന്റെ അടുത്ത് ചെന്ന് അദ്ദേഹവുമായി നമ്മുടെ കുർബാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നതെന്നാണ് അവർ പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ 3 ജനാഭിമുഖ കുർബാനയും വൈകിട്ട് 4:30 മണിക്ക് അൽത്താര അഭിമുഖ കുർബാനയും ഇവിടെ നടന്നുകൊണ്ടിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മുടെ അതിരൂപതയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന കുർബാനയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് നമ്മുടെ അതിരൂപതയിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് വേണ്ടി 8 ഡീക്കന്മാർ അവരുടെ വൈദിക പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന സാഹചര്യം, അവർക്ക് പട്ടം കൊടുക്കുന്ന ഒരു സാഹചര്യം സഭ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്കമാലി എറണാകുളം അതിരൂപതയുടെ വൈദികരുടെ സമിതി സഭാധികൃതരുമായി സംസാരിച്ച് അവർ ഈ കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തിയുണ്ടായി. 2 കാര്യങ്ങൾ സഭാ നേതൃത്വം ചെയ്തു കൊടുത്താൽ ഇവിടെ സിനഡ് കുർബാന ചെല്ലുന്ന കാര്യം വൈദിക സമിതി അംഗീകരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ 8 ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ സഭാ നേതൃത്വം തയ്യാറാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ അതിരൂപതയിലെ കാനോനിക സമിതികൾ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യവും സഭാ അധികൃതർ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവരെ സമ്മതിച്ചെന്നാണ് വൈദികർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒക്കെ ഒരു സിനഡ് കുർബാന അർപ്പിക്കാമെന്ന് സമ്മതിക്കുകയും നമ്മുടെ ദേവാലയം അടക്കമുള്ള ഈ അതിരൂപതയിലെ ഭൂരിപക്ഷം ഇടവകകളിലും ഈ സിനഡ് കുർബാന അർപ്പിച്ചു വന്നിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതിക്കകം ഈ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ആ നിർദ്ദേശം, ആ ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിക്കാതെ അത് മുന്നോട്ട് പോയപ്പോൾ ആ സെപ്റ്റംബർ 8-ാം തീയതി മുതൽ സിനഡ് കുർബാന ചെല്ലുന്നത് ഒരു അറിയിപ്പ് വരെ ഉണ്ടാകുന്നത് വരെ ഉണ്ടാകില്ല എന്ന് നമ്മുടെ വികാരി അച്ഛൻ അറിയിച്ചു. നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ സിനഡ് കുർബാന ഉണ്ടായിരിക്കില്ല എന്ന് രാവിലെ 9 മണിക്ക് അദ്ദേഹം
വാട്സപ്പ് മെസ്സേജുകളിലൂടെ അദ്ദേഹം ഇടവാങ്ങളെ അറിയിക്കുകയുണ്ടായി. ശനിയാഴ്ചയാണ് ഈ സംഭവം. രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ ഒട്ടനവധി സമയമുണ്ടായി. പക്ഷേ 8 മണിയുടെ പള്ളിമണി അടിച്ചതിന് ശേഷമാണ് കപ്പ്യാരടക്കമുള്ളവർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ 13 സഹപ്രവർത്തകർ പുറത്തുനിന്ന് 2 സഹപ്രവർത്തകരെയും കൂട്ടി വിളിച്ച് ഇവിടെ വന്ന് അച്ഛനുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു. അച്ഛന്റെ നിലപാട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എനിക്ക് വൈദിക സമിതിയോടൊപ്പം നിൽക്കാനേ കഴിയുകയുള്ളൂ, ഞാൻ ഈ കാര്യം നിങ്ങളോട് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുകയും അച്ഛനുമായി തർക്കിച്ച് അവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. അതിനെ തുടർന്ന് അടിയന്തരമായി പാരീഷ് കൗൺസിൽ യോഗം രാത്രി 9:15 ഈ പള്ളിയിൽ കൂടി. അവിടെ നിന്നാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന തീരുമാനമെടുക്കുകയും കാലടി പോലീസിൽ ഇവർക്കെതിരെ പരാതി കൊടുക്കുകയും അതിനുശേഷം വികാരിയച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടവക നേരത്തെ ഇത്യച്ചൻ പറഞ്ഞതുപോലെ 125 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള മറ്റൂർ സെന്റ് ആന്റണീസ് ഇടവക, മഹാ ഇടവക, ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമാണ്, വേദനാജനകമാണ്. നമുക്കതിൽ ഏറെ ദുഃഖമുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം 8 സഹോദരന്മാർ, അവർക്ക് പശ്ചാത്താപം തോന്നി. അവർ അച്ഛന്റെ അടുത്ത് വന്ന്, അച്ഛാ, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളതിനകത്ത് പെട്ടുപോയതാണ്, ക്ഷമിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഇനിയും 7 പേർ തെറ്റുതിരുത്താൻ തയ്യാറാകാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് നല്ലത് തോന്നട്ടെ, സൽബുദ്ധി തോന്നട്ടെ, ചെയ്തത് തെറ്റാണെന്ന് അത് പശ്ചാത്താപിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് ഈ ഇടവക സമൂഹത്തിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നമ്മൾ ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ കൂടിയിരിക്കുന്നത് ഈ മറ്റൂരിന്റെ ചോരയുള്ള, ഈ മറ്റൂരിന്റെ മണമുള്ള കുട്ടിയാണ് ഞാൻ. എൻ്റെ അപ്പച്ചൻ ജനിച്ചത്, ഞാൻ വളർന്നത്, അതുപോലെ തന്നെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ സ്വപ്നത്തിൽ ഈ ഇടവക നൽകിയ സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ വളരെ വലുതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഈ ദേവാലയത്തിനോട് ചേർന്ന് ഇതിൻ്റെ ഒരു മകന് അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ സെന്റ് മേരീസ് ടൗൺ പള്ളിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ നാൾ മുതൽ നമ്മളുടെ ഈ ഇടവക അതിൻ്റെ എല്ലാ സ്നേഹവും ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഒരുമിച്ച് യാത്ര ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടവക ഏറ്ററക്കങ്ങളിലൂടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാണ്. നമ്മുടെ ഇടവക കുടുംബത്തിലുള്ള നമ്മുടെ അപ്പൻസുമാരും അമ്മച്ചിമാരും സഹോദരങ്ങളും സ്നേഹിതരുമൊക്കെ കൈകോർത്ത് പിടിച്ച് ഒരുമയുടെ വലിയ ഒരു സുവിശേഷം ഈ മറ്റൊരു ഇടവകയ്ക്ക്, നമ്മുടെ ഇടവകയ്ക്ക് ഉണ്ടായിരുന്നു. എവിടെയാണ് ഇത് നഷ്ടപ്പെട്ടത്? എവിടെയാണിത് കൈമോശം സംഭവിച്ചത്? നമുക്കൊക്കെ വിചിന്തനം ചെയ്യുവാനുള്ള ഒരു നല്ല അവസരമാണ്.
വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഒരു കുടുംബത്തിൽ ജീവിത പങ്കാളി വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. പക്ഷെ ഉൾക്കൊള്ളുവാനുള്ള നല്ല മനസ്സാണ്. അവിടെയാണ് എപ്പോഴും കുടുംബങ്ങൾ ആദരിക്കപ്പെടുന്നതും വളരുന്നതും. നമ്മുടെ ഈ ഇടവകയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുള്ളവരാണ് എങ്കിലും അവിടെ ഉൾക്കൊള്ളുവാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ ഇടവകയുടെ ഒരു ചരിത്രത്തിന്റെ ഒരു കറുത്ത ദിവസമായി ഇത് പരിഗണിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ 125 വർഷം പാരമ്പര്യമുള്ള ഈ മറ്റൂരിന്റെ നമ്മളുടെ ഇടവകയിൽ 820 കുടുംബങ്ങളുള്ള, ഏകദേശം 22 കുടുംബ യൂണിറ്റുകളുള്ള, അതേപോലെ തന്നെ ഒത്തിരി പുരോഹിതർക്കും വൈദികർക്കും സന്യസ്തർക്കും ആത്മായ പ്രേക്ഷിതർക്കും ജന്മം നൽകിയിട്ടുള്ള ഈ പുണ്യഭൂമിയുടെ ഒരു കറുത്ത ദിനമായിട്ട് നമ്മുടെ ഈ ദിവസം മാറിയിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെ പ്രതി നമ്മളെല്ലാവരും വിലപിക്കുന്നുണ്ട്. ആ ദിവസത്തെ പ്രതി നമ്മളെല്ലാവരും ദുഃഖാർദ്ധരാണ്. ആ ദിവസത്തെ പ്രതി ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യം ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം അണിചേരുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദമല്ല. ഇത് ഒരു വൈരാഗ്യത്തിന്റെയോ പകപോച്ചലിന്റെയോ ഒരു സമയമല്ല. പ്രിയമുള്ളവരെ, ഇത് അനുരഞ്ജനത്തിന്റെ ഒരു സമയമായിട്ട് മാറട്ടെ. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിലും ആദരിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു ഇടവക കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓരോ വൈദികരും അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. നമുക്ക് ആർക്കും ഒരു അവകാശമില്ല കൈവയ്ക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഈ സാഹചര്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതേപോലെ തന്നെ സൗമ്യമായിട്ട് സംസാരിക്കേണ്ട ഇടങ്ങളിൽ, പെരുമാറേണ്ട ഇടങ്ങളിൽ അത് വിട്ട് അതിരുവിടുമ്പോൾ പല കാര്യങ്ങളും അനിഷ്ടങ്ങൾ സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഏറെ സങ്കടമുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനപ്പുറമാണ് മനുഷ്യനെന്നുള്ള ആ വലിയ സത്യം. നമ്മുടെ ഇടവക കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആ ശക്തിയും അത് തന്നെയാണ്. ഇടവകയുടെ നാഥനായിട്ടുള്ള ആ വികാരിയച്ഛന്റെ കീഴിലെ നമ്മളൊക്കെ പ്രാർത്ഥനാപൂർവം ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കുചേരുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദൈവചനമായിട്ട് നമ്മൾ മാറുകയാണ്. പ്രത്യേകമായിട്ട് നമുക്കെല്ലാവർക്കും ഈ ദിനത്തിൽ നമ്മൾക്ക് വേദനയുണ്ട്, സങ്കടമുണ്ട്. ഇനി ആവർത്തിക്കാതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇത്രയും നേരം നിങ്ങൾ പുരുഷ സ്വരമാണ് കേട്ടത്. ആകെ ഒരു സ്ത്രീ സ്വരമാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. എല്ലാവരുടെയും വികാര വിചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളുടെ ദുഃഖം എന്റെയും ദുഃഖം, നിങ്ങളുടെ സങ്കടം എന്റെയും സങ്കടം. പ്രിയമുള്ള ഇടവക ജനമേ, നമ്മുടെ വികാരിയച്ഛന്റെ നേർക്ക് ഉണ്ടായ ഈ ആക്രമണം ഒരിക്കലും ഉണ്ടാകാൻ സാധിക്കാത്ത ഒന്നാണ്, സാധ്യമാകാത്തതാണ്. നമ്മുടെ ഈശോ പറയുന്നുണ്ട്, ഈശോ ചെയ്തത് എന്താണ്? പാപത്തെ വെറുത്തു, പാപിയെ സ്നേഹിച്ചു. അങ്ങനെയാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുതെന്ന്. പ്രിയമുള്ളവരെ, തൊട്ടുപോയാൽ എന്താണ് എന്നുള്ളതിന് ഉത്തരമില്ല, നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതുകൊണ്ട് ഈ പള്ളിമേടയില്
നമ്മുടെ വികാരിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു ഉറുമ്പിന് പോലും വേദന ഉണ്ടാകാത്ത വണ്ണം ആത്മീയ ജീവിതത്തിലും ബാഹ്യ ജീവിതത്തിലും ഒക്കെ എല്ലാവരെയും സ്നേഹിച്ച് കടന്നു പോകുന്ന ഒരു ഇടയനാണ് നമ്മുടെ ഇടയൻ. നമ്മൾ ആടുകൾ തന്നെ ഇടയനെ തല്ലുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്താൽ എങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും, സഹിക്കും? നമ്മുടെ വീട്ടിൽ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അപ്പനെ ആരെങ്കിലും 3-4 പേരുമ്പോൾ തല്ലി കൊട്ടിയെടുക്കുമ്പോൾ അപ്പൻ കരയുമ്പോൾ നമ്മൾ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഓടിച്ചെന്ന് അവനെ ഏതെല്ലാം വിധത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ആ ഒരു പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയോ ജന്മിച്ചുകൊണ്ട് മാത്രം അപ്പനോ ആകില്ല. നമ്മുടെ അച്ഛൻ, നമ്മുടെ ആത്മീയ പിതാവ്, നമ്മുടെ ഇടവകയുടെ നാഥനാണ്, ഇടവകയുടെ അപ്പനാണ്, ഇടവകയുടെ ഗുരുവാണ്, എല്ലാമാണ്. ആ അപ്പൻ നേരെയുണ്ടായ ഈ ആക്രമണം അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്തവരോട് നമുക്ക് വൈരാഗ്യമല്ല, പക്ഷേ അവര് മാനസാന്തരത്തിലേക്ക് വന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് വന്ന് അവരോട് ദൈവം പൊറുക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ അഭിഷിക്ത പുരോഹിതന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രഖ്യാപിച്ചുകൊണ്ടും നാം ഇവിടെ കൂടിയിരിക്കുകയാണ്. സംഭവ്യ നാക്കുപിഴവ് കൊണ്ടോ യാതൊരു കാരണവശാലും ഒരു പ്രകോപിത ശബ്ദം ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ളതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾ എഴുതി വായിക്കുകയാണ്. ഏതാനും ചില സത്യവചനങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചുകൊള്ളാം. 1 സാമുവേൽ 26:9 പറയുന്നു, കർത്താവിൻ്റെ അഭിഷിക്തന് നേരെ കരമുയർത്തിയിട്ട് നിർദോഷകനായിരിക്കാൻ ആർക്ക് കഴിയും? സംഖ്യാപുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ മോശയ്ക്കെതിരെ പിറുപിറുത്ത മിരിയാമിന് കുഷ്ഠം വരുന്നത് നാം കാണുന്നു. എന്നാൽ ഈശോ തന്നെ മർദ്ദിച്ചവരോടും കുറ്റപ്പെടുത്തിയവരോടും മരണത്തിന് ഏൽപ്പിച്ചവരോടും ക്ഷമിക്കുന്നതായി നമുക്ക് കാണാം. വിശുദ്ധ ലൂക്ക 22-ാം അധ്യായത്തിൽ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ശിഷ്യരിൽ ഒരാൾ വെട്ടിമുറിച്ചപ്പോൾ ശിഷ്യനെ ശാസിക്കുന്നതും ചെവി സുഖപ്പെടുത്തുന്നതും നാം കാണുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ അതിക്രമങ്ങൾ കാണിക്കുന്നവരോട് ദേഷ്യപ്പെടുന്നതും ചാട്ടയുണ്ടാക്കി എല്ലാറ്റിനെയും പുറത്താക്കുന്ന ഈശോയെയും നാം കാണുന്നു. വിശുദ്ധ മത്തായി 22:21 പറയുന്നു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നും. ഈ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അഭിഷിക്തർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ ഇടവകയുടെ നിലനിൽപ്പിനും സമാധാനത്തിനുമായി പ്രാർത്ഥിക്കാം. അതിനായി ഒത്തുചേർന്ന വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഈ സമൂഹത്തിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ജയ് ക്രൈസ്റ്റ്.